ഹബക്കുക്കിൻ്റെ പ്രവചനം അവിടെ ഒരു പ്രഖ്യാപനമുണ്ട്. ഒന്നാമത്തെ പ്രഖ്യാപനമാണ്, കൂരിൻ്റെ താഴ്വരെ കൂടെ കടന്നു പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ഒന്നാമത്തെ പ്രഖ്യാപനം. 18-ാം ദിവസം രാത്രിയിൽ 2-3 പ്രഖ്യാപനങ്ങൾ നടത്തി പോകുകയാണ്. പിശാച് കേൾക്കട്ടെ, കർത്താവ് സന്തോഷിക്കും ഈ പ്രഖ്യാപനത്തിൻ്റെ മുമ്പിൽ. ഈ പ്രഖ്യാപനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജയത്തിൻ്റെ ആരംഭമാകട്ടെ എന്ന് ഹബക്കുക്ക് 3:17-18 ആമേൻ വായിക്കേ. ആ മൈക്കൊന്ന് കൊടുത്തേ. ഹല്ലേലൂയ. അത്തിവൃക്ഷം തളിർക്കുകയില്ല. അടുത്തത്, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. ഇലകൾ എന്ത് ചെയ്യത്തില്ല? ഈ നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് എന്ത് ചെയ്യും? നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. അതൊക്കെ പ്രഖ്യാപനം. രണ്ടാമത്തെ പ്രഖ്യാപനം. ഒന്നാമത്തെ പ്രഖ്യാപനം എന്തുവാ പറഞ്ഞേ? ഒന്നാമത്തെ പ്രഖ്യാപനം എന്തുവാ? ഞാൻ ഭയപ്പെടുകയില്ല. മറക്കരുത് നിങ്ങൾ. ഒന്നാമത്തെ പ്രഖ്യാപനം ഭയപ്പെടുകയില്ല. രണ്ടാമത്തെ പ്രഖ്യാപനം ഹബക്കുക്ക് പറയുകയാ, എങ്കിലും. പ്രഖ്യാപനം നോക്കിക്കേ. അത് ഇന്ന് രാത്രി നമ്മൾ ഹബക്കുക്കിന്റെ കയ്യിൽ നിന്ന് കടമെടുക്കുകയാ. എന്നിട്ട് ഇന്ന് രാത്രി ജയത്തിന് വേണ്ടി നമ്മൾ പറയുകയാണ്, 18-ാം ദിവസം നമ്മൾ പരാജയപ്പെട്ടവരല്ല. ചില വിഷയങ്ങൾക്ക് നമുക്ക് നീക്കുപോക്ക് വന്ന് കാണത്തില്ല, മറുപടി കിട്ടിക്കാണില്ല, പക്ഷെ നമ്മൾ പരാജയപ്പെട്ടവരല്ല. ഹബക്കുക്ക് പറഞ്ഞതുപോലെ പറയുകയാണ്, എങ്കിലും. ആ പദം നിങ്ങൾ കേട്ടോ, ആ പദം കേട്ടോ, എങ്കിലും എന്ന് പറഞ്ഞാൽ, എങ്കിലും എന്ന് പറയാൻ കാര്യം എന്തുവാ? അതിന് മുമ്പ് നമ്മൾ വായിച്ച കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇതൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും, എന്റെ ഗോശാലകളിൽ കന്നുകാലികൾ ചത്തുപോയാലും, ആട്ടിൻകുട്ടികൾ തൊഴുത്തിൽ നശിച്ചു പോയാലും, മുന്തിരി അതിന്റെ ഫലം തന്നില്ലെങ്കിലും, ഹല്ലേലൂയ. നോക്കിക്കേ, ആ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചു ഹബക്കുക്ക്. പ്രവാചകൻ പ്രതീക്ഷിച്ചു. അതൊന്നും തനിക്ക് കിട്ടിയില്ല. പക്ഷെ കിട്ടാതെ വന്നപ്പോ പിശാച് വന്നു പറഞ്ഞു, നീ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നീ എന്തിനാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്? ആ സമയത്ത് പിശാചിനോട് ഹബക്കുക്ക് എതിർത്തു നിന്നു. ആമേൻ. ഇങ്ങനെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ കാതി വന്ന് പറയും, എന്റെ കാതി വന്ന് പറയും, എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്നിട്ട് എന്ത് കിട്ടി? എന്ത് നേടി? ഇന്ന് രാത്രി പിശാചിന്റെ ചോദ്യം അതൊക്കെ. പക്ഷെ നമ്മൾ അവനോട് എതിർക്കുകയാണ്. എന്നിട്ട് ഹബക്കുക്ക് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ദാവീദ് പറഞ്ഞതുപോലെ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുകയാ. നാളെ നമ്മുടെ അത്തി തളർത്തില്ലെങ്കിലും, മുന്തിരി കായ്ച്ചില്ലെങ്കിലും, വള്ളികൾ ഉണങ്ങിപ്പോയാലും, അത്തി മൂടെ പിഴുതുപോയാലും, ഞാൻ എൻ്റെ ഭാഷ പറയുകയാ, എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച തുറമുഖത്ത് നാം എത്തിയില്ലെങ്കിലും, നന്മ കണ്ടില്ലെങ്കിലും, അനുഭവിക്കേണ്ട നന്മയെല്ലാം ഉണങ്ങിപ്പോയാലും, മാമൻ നമ്മുടെ ആട്ടും തൊഴുത്തിനകത്ത് ആട്ടുംകുട്ടികളെല്ലാം നശിച്ചു പോയാലും, ആമൻ പാല് തരാതെ, കുട്ടികളെ തരാതെ, മാംസം തരാതെ ആടുകളെല്ലാം നശിച്ചു പോയാലും, അതേ ഗതി നമ്മുടെ തൊഴുത്തിനകത്ത് വന്ന് ഗോശാലകളിൽ നാശങ്ങൾ വന്നാലും, ആമൻ ഇന്ന് രാത്രി ഹബക്കുക്കിനെ പോലെ അടുത്ത പ്രഖ്യാപനം പറയുകയാ, എങ്കിലും 18-ാം ദിവസം ഉപവസിച്ച് ദൈവസന്നിധി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, തന്നേ പറ്റൂ. 18 ദിവസം കഴിഞ്ഞു, 40 കൂടെ നോക്കുകയാ. കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകുമെന്ന് പറയുന്നവരല്ല ഇവിടെ ഇരിക്കുന്നത്. തന്നാലും ഇല്ലെങ്കിലും. ആമേൻ. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞാൽ തോന്നുന്നു, ഒരിക്കൽ ഞാനൊരു സഭയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയത്, ഹല്ലേലൂയ, ഏതാണ്ട് 100-150 പേരടങ്ങുന്നൊരു ടെന്റിനകത്ത് ആരാധന. ടെന്റിനകത്ത്, ടെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഹല്ലേലൂയ. ടെൻ ഷീറ്റൊക്കെ ഇട്ട് 7-8 കാലൊക്കെ നാട്ടി ഒരു ടെന്റിനകത്ത് ആരാധന നടക്കുന്നത്. പെർമനന്റ് ടെന്റാണ്, പെർമനന്റ് ആരാധനയാണ് അവിടെ നടക്കുന്നത്. ഏതാണ്ട് 100-150 പേരുണ്ട്. ഏതാണ്ട് 1-2 മണിക്കൂർ ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഓട്ടോക്കോൾ കൊടുത്തു പ്രാർത്ഥിക്കാനായിട്ട്. ചിലർ മുമ്പോട്ട് വന്നു, ചിലർ കാപ്പി കുടിച്ച് പുറത്തു പോയി, ചിലർ ഇറങ്ങിപ്പോയി, കുറേ പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഓരോരുത്തരുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച് വിടുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു സഹോദരി അങ്ങ് പുറകിൽ, ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു, പുറകിൽ കൈ കെട്ടി ബൈബിൾ കെട്ടിപ്പിടിച്ച് തൂണച്ചാരി നിൽക്കുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നു ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് ഓർത്തു. ഈ പ്രാർത്ഥന കൂട്ടത്തിൽ വന്ന ഫ്രണ്ടിലോട്ട് വന്ന ആളുകളെ ആയാലും വെയിറ്റ് ചെയ്ത സഹോദരി നിൽക്കുകയാണെന്ന് ഓർത്തു.
പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോഴും ആ സഹോദരി അങ്ങനെ തന്നെ നിൽക്കുക. ഞാൻ കയറി സ്റ്റേജിൽ ചെന്ന് കസേരയിൽ പോയിരുന്നു. ഈ സഹോദരി സ്റ്റേജിൽ കയറി വന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 4-5 വർഷമായി. ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ടൊരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ന് വരെ എനിക്ക് വിടുതൽ കിട്ടിയിട്ടില്ല. ഞാൻ അവരുടെ മുഖത്തേക്ക് ഹല്ലേലൂയ പ്രതീക്ഷയോടെ നോക്കി, ഇവളെന്താ ഈ പറയുന്നതെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കൗതുകകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ആ വാക്കിന്. എനിക്ക് കൗതുകം തോന്നി, കൗതുകകരമായ ഒരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ 6 മാസം പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ മാസം കൂടെ നോക്കുകയാ. ഈ മാസം കൂടെ നോക്കിയിട്ട് എൻ്റെ കാര്യത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുമെന്ന്. ആരോടാ പറഞ്ഞത്? എന്നോടാണോ പറഞ്ഞത്? ദൈവത്തോടെ പറയുന്നേ. 6-7 വർഷം ഈ ചർച്ചയിൽ വന്ന് ആരാധിച്ചിട്ട്, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട്, സ്നാനപ്പെട്ടിട്ട്, അപ്പം നുറുക്കി മേശയിൽ പങ്കുകൊണ്ടിട്ട്, വീഞ്ഞു കുടിച്ചിട്ട്, ദൈവദൂത് പ്രാപിച്ചിട്ട്, ഹല്ലേലൂയ 6 മാസത്തെ വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ, ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത മറുപടി എനിക്കുണ്ട്. ഹല്ലേലൂയ. ഈ മിനിസ്ട്രിക്ക് ഫുൾ ടൈം ഇറങ്ങിയത് 25 വർഷം കയറുക. 25 വർഷമായിട്ട് പ്രാർത്ഥിച്ച വിഷയത്തിന് എനിക്ക് ഇന്നും മറുപടി കിട്ടിയിട്ടില്ല. ചിലതൊക്കെ നിങ്ങൾക്കറിയാം, ചിലത് എനിക്ക് മാത്രം അറിയാം. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവള് പറയുകയാ, ഞാൻ ഈ മാസം കൂടെ നോക്കുക, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറിപ്പോകുമെന്ന്, ഇനി ഈ ചർച്ചയിൽ വരത്തില്ലെന്ന്. ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, പോടാ പിശാച് എന്ന് പറഞ്ഞു. നോക്കുക. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ഒരു ഭക്തൻ പറയുക, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. എൻ്റെ വിഷയത്തിന്, എൻ്റെ കാലുവേദന മാറിയില്ലെങ്കിലോ, എൻ്റെ ശരീരത്തിലെ രോഗം, എൻ്റെ പുണ്ണ് മാറിയില്ലെങ്കിലോ, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിലോ, ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നാലോ, ഈ മാർഗം വിട്ട് ഞാൻ പോകില്ല. അത് ദൈവത്തിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ വാക്ക് എന്തിനാ പറയുന്നറിയാമോ? ഇന്ന് രാത്രി 18ാമത്തെ ദിവസം രാത്രി എന്തിനാ ഇത് പറയുന്നത്? ഈ പ്രഖ്യാപനം ഞാൻ പറഞ്ഞെന്തിനറിയാമോ? പിശാച് നിന്നെ വിട്ടു പോകാനാ. അവന് മനസ്സിലാക്കണം, ഇനി ഇവനോട് പറ്റി നിന്നിട്ട് കാര്യമില്ല, ഇനി ഈ കുടുംബത്തോട് പറ്റി നിന്നിട്ട് കാര്യമില്ല, ഇനി ഈ മനുഷ്യനോട് പറ്റി നിന്നിട്ട് കാര്യമില്ല. അവൾ ദൈവത്തിന്റെ ആള്, അവൻ ദൈവത്തിന്റെ ആളാന്ന് പിശാച് പറഞ്ഞിട്ട് നിന്നെ വിട്ട് ഓടിപ്പോകാൻ നീ പ്രഖ്യാപിക്കാൻ പോകുക. ആര് കേൾക്കാനാ? പാസ്റ്റർ കേൾക്കാനല്ല, ഈ ലൈവിൽ കേൾക്കാനല്ല, പിശാച് കേൾക്കാനാണ്. ഓടിപ്പോകട്ടെ, ഓടിപ്പോകട്ടെ. ഓടിപ്പോകണമെങ്കിൽ ചിലത് പറയണം. ഹല്ലേലൂയ. നമ്മൾ ചിലരോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ വിട്ട് എന്ത് ചെയ്യും? ഓടിപ്പോവും. പറഞ്ഞത് കൊണ്ടല്ലേ. പറയാതിരുന്നാലോ? അപ്പൊ ഇന്ന് രാത്രി പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇല്ലേ? ഓടിപ്പോവും. അതിന് നമ്മൾ എന്തോ ചെയ്യണം? മിണ്ടാതിരിക്കണോ? പറയണം. എന്താ പറഞ്ഞേ? കൽപ്പിക്കണം. ഉണ്ടോ? 18 അറിയാനുണ്ട്. കൽപ്പിക്കണം. ആ കൽപ്പനയെ ഒന്ന് കൂരിന്റെ താഴ്വരെ കൊണ്ട് നടന്നാലേ, എടാ പിശാചേ, നീ എനിക്ക് കൂരിൽ കൊണ്ടുവന്നില്ലേ, ഇരുട്ട് കൊണ്ടുവന്നില്ലേ, എന്നെ ഇതിനകത്തിട്ട് വലയ്ക്കാൻ നോക്കിയില്ലേ? ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, നിന്നെ നോക്കി, നിങ്ങളെ അല്ല, പിശാചിനെ നോക്കി പറയാ, എടാ പിശാചേ, ഏത് കൂരിട്ട് വന്നാലും ഞാൻ പിന്മാറില്ല, എന്റെ ദൈവം എന്റെ കൂടെ ഇരിക്കുന്നു. ഇത് കേൾക്കുമ്പോ നാണമില്ലാത്ത പിശാച് ആദ്യമൊക്കെ ഇത് പിടിച്ചു നിൽക്കാൻ നോക്കും, പിന്നെ അവൻ അങ്ങ് പോക്കോളൂ. അവിടെയാ ജയം. ചുമ്മാതല്ല ഈ വാക്യം തന്നെ. ഇങ്ങനൊരു വാക്യം പ്രസംഗിക്കാൻ വേണ്ടി അല്ല ഞാൻ ഈ ഉപവാസം പ്രഖ്യാപിച്ചേ. പക്ഷെ ശുശ്രൂഷിച്ചു വന്നപ്പോൾ 6-7 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇവിടെ നിൽക്കടാ, ഈ വാക്യത്തിൽ നിൽക്ക്, ഇതിനകത്ത് ആനന്ദിക്കുന്ന ചിലതിനെ ഞാൻ അകത്ത് കൂട്ടി വരുത്തും. ആ പദം കേട്ടോ നിങ്ങള്? ഈ വാക്യത്തിൽ ആനന്ദിക്കുന്ന ചിലതിനെ ഞാൻ എന്ത് ചെയ്യും? കൂട്ടി വരുത്തും. ആ കൂട്ടി വന്നതിനകത്തുള്ളതാ നിങ്ങള്. പ്രഖ്യാപനം കേൾക്കുമ്പോ പിശാച് ഓടണം. ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് പറയണം ഹല്ലേലൂയ. ഇവിടെ ഹബക്കുക്ക് ദൈവത്തിന് എന്ത് ചെയ്തു? കീഴ്പ്പെട്ടു. ഹബക്കുക്ക് പറഞ്ഞു, എനിക്ക് മുന്തിരിയില്ല, എനിക്ക് അത്തിയില്ല, എൻ്റെ ആടെല്ലാം ചത്തുപോകുന്നു, എൻ്റെ പശു എല്ലാം ചത്തുപോകുന്നു, ഇപ്പൊ പാലൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ മാർഗത്തിനില്ല എന്ന് പറഞ്ഞോ? പറഞ്ഞോ? ഇല്ല. പറഞ്ഞോ? ഇല്ല. പറഞ്ഞോ? ഇല്ല. ഹബക്കുക്ക് പറയുക, എങ്കിലും അവിടെയാ വിഷയം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ യഹോവയിൽ എന്ത് ചെയ്യും? എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ആനന്ദിക്കും.
ആമേൻ. നോക്കിക്കേ, ഇന്ന് രാത്രി പറയണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ച പലതും നടന്നില്ലെങ്കിലും മുൻവിധിയോട് ഇന്ന് രാത്രി ഇരിക്കരുത്. ഇത് തീ കത്തുന്ന രാത്രിയാ. അന്തരീക്ഷം മാറാൻ പോവുക. ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്ക് വിടുതലാ. ഇന്ന് രാത്രി എന്തിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്? അനുഗ്രഹം നീ പ്രാപിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ശാപമാ. അതുകൊണ്ട് നീ പോകരുത്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്റെ പ്രഖ്യാപനത്തിന്റെ മുമ്പിൽ പിശാച് നിന്നോട് അടുത്തു വരിക അല്ല ചെയ്യേണ്ടത്. ഓടിപ്പോകണമെങ്കിൽ നീ ദൈവത്തോട് പറയണോ, മുന്തിരി ഫലം തന്നില്ലെങ്കിലോ, അത്തി തളർത്തില്ലെങ്കിലോ, ഗോശാലകളിൽ കന്നുകാലികൾ ചത്തുപോയാലോ, ഹല്ലേലൂയ, ആടുമാടുകൾ തീർന്നു പോയാലോ, നശിച്ചു പോയാലോ, ഇതൊന്നും എന്റെ ദൈവത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റില്ല. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആലയത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു നിഴലിടൽ ആരംഭിക്കുകയാ. ഇന്ന് രാത്രി ആ നിഴലിനകത്ത് നീ കയറി വാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവി പറ, എന്റെ കൊച്ചിന്റെ ജോലി യഥാസ്ഥാനപ്പെട്ടില്ലെങ്കിലോ, എന്റെ കൊച്ചിന്റെ കല്യാണം നടന്നില്ലെങ്കിലോ, എന്റെ കുഞ്ഞിനൊരു തലമുറ കിട്ടിയില്ലെങ്കിലോ, എന്റെ കടം മാറിയില്ലെങ്കിലോ, എനിക്ക് കയറിക്കിടക്കാൻ വീട് കിട്ടിയില്ലെങ്കിലോ, എന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് മാറിയില്ലെങ്കിലോ, ഈ കർത്താവിനെ വിട്ടു പോകുന്ന പണിയില്ല. കാരണം ഇവിടെ വരെ എന്നെ കൊണ്ടുവന്നത് എന്റെ യേശുവാണെന്ന്. കൂപ്പയിൽ കിടന്ന നമ്മെ, ചേറിൽ കിടന്ന നമ്മെ, അഴുക്കിൽ കിടന്ന നമ്മെ ഇവിടെ എത്തിച്ചത് ദൈവത്തിന്റെ കൃപയല്ലേ? ആനന്ദിക്ക് ദൈവത്തിൽ, ഉല്ലസിക്ക്. ഹബക്കുക്ക് പറഞ്ഞു, ഉല്ലസിക്ക്. ഇന്ന് രാത്രി ഉല്ലസിക്കേണ്ട സമയമാ. മുഖം വീർപ്പിച്ചിരിക്കാനുള്ള സമയമല്ല, ഉല്ലസിക്കാനുള്ള സമയമാ. ഇന്ന് രാത്രി ജയം പ്രാപിക്ക. പ്രഖ്യാപനം 2. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലതിനെ കിട്ടാൻ വേണ്ടിയാ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓടുന്നത്. ഇന്ന് പലയിടത്തും ആളുകൾ ഓടുന്നത് കിട്ടാൻ വേണ്ടി. ആ മലയിൽ പോകുന്നു, ഈ മലയിൽ പോകുന്നു, ആ ടവറിൽ പോകുന്നു, ഇന്ന സ്ഥലത്ത് പോകുന്നു. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാ. എന്തേലും ഒന്ന് കിട്ടണം. അവിടെ ചെല്ലുമ്പോൾ പറയും ഇപ്പം കിട്ടുമെന്നും പറയും. ഭയങ്കര സന്തോഷമാണ്. എന്തേലും കിട്ടുമോ? അതുമില്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുകയാ, ഒന്നും കിട്ടിയില്ലെങ്കിലും അപ്പായെ വിട്ടു പോകില്ല. ഞാൻ കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് രാത്രി കർത്താവിനോട് പറയാം, ഞാലിയാങ്കുടി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പിച്ചപ്പാത്രം എടുത്ത് ബസ്സേ കയറി തണ്ടടാന്ന് പറഞ്ഞാൽ ഞാൻ തണ്ടും. കർത്താവ് പറഞ്ഞാണെങ്കിൽ. കാരണം എന്താ അറിയാമോ? അവിടെ നിന്നാ കർത്താവ് പൊക്കി ഇവിടെ കൊണ്ടുവന്നേ. അത് മനുഷ്യനല്ല. മനുഷ്യനെല്ലാം ചവിട്ടിയതേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരെ എത്തിച്ചത് ആരാ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വാ തുറന്ന് പറയണം. ഇന്ന് രാത്രി പ്രഖ്യാപനങ്ങളുടെ രാത്രിയാ. ഹല്ലേലൂയ. ഹബക്കുക്ക് പറയുകയാണ്, ഞാൻ ദൈവത്തിൽ എന്ത് എങ്കിലും. ആ പദം കണ്ടോ? കിട്ടിയില്ലെങ്കിലും, ചത്തുപോയാലും, എങ്കിലും ഞാൻ യഹോവയിൽ എന്ത് ചെയ്യും? ആനന്ദിക്കും. അതാണ് നമ്മുടെ പവർ. ആമേൻ. നമ്മൾ കിട്ടാനാ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചില വിഷയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബോക്സിലല്ലാതെ കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് രാത്രിയിലൊക്കെ കുത്തിപ്പിടിച്ച് എനിക്ക് ഇരിക്കുന്നത്.
പക്ഷെ അതൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ടയർഡാകത്തില്ല. സ്തോത്രം പറഞ്ഞേ. പക്ഷെ നമ്മുടെ മനസ്സിനെ ടയർഡാക്കാൻ നോക്കും പിശാച്. ചോദിക്കും, എന്ത് ചെയ്യടാ നിൻ്റെ ഹന്നായോട് ചോദിച്ചു കൊടുക്കുക, നീ എന്ത് ചെയ്യും ഇത്രയും പ്രാർത്ഥിക്കാൻ പോയിട്ട് പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യേ എന്ന് ചോദിക്കും. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, എനിക്ക് ഈ ലോകത്തെക്കാൾ വലുത് എൻ്റെ അപ്പായോടുള്ള ജീവിതമാണ്. പിന്നെ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് വായു വേണം, വേണ്ടേ? വെള്ളം വേണം, ആഹാരം വേണം, വസ്ത്രം വേണം, എല്ലാം വേണം. ഇവിടെ ജീവിക്കുമ്പോൾ എല്ലാം വേണം. പക്ഷെ ഇതൊന്നും അല്ല ഞങ്ങളുടെ ലക്ഷ്യം. രാമയം പറയാമോ? ഇതിന് സ്വോത്രം കുറവാണോ? ഇതൊന്നും അല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം വല്ലവിധനെയും പുനരുത്ഥാനം പ്രാപിക്കണം. അങ്ങനെ ദൈവസന്നിധി കീഴ്പ്പെടുന്ന ഒരാൾക്കാണ് പറയാൻ പറ്റുന്നത്, എങ്കിലും ഞാൻ ദൈവത്തിൽ എന്ത് ചെയ്യും? സ്തോത്രം പറഞ്ഞേ. നിങ്ങൾക്കത് പറയണമെങ്കിൽ നിങ്ങളുടെ പൂർവ്വകാലം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. കർത്താവിനെ കാണുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? ചിലതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ. അവിടെ നിന്ന് ദൈവം ഇവിടെ വരെ കൊണ്ടുവന്നത്, അതിനൊരു സ്തോത്രം പറ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്താ വേണോ അതെല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ട്. വേദപുസ്തകം പറയുന്നു, അപ്പനോട് മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കും, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇതൊന്നും കൊടുക്കത്തില്ലല്ലോ. അപ്പൻ നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അമ്മേ പറഞ്ഞേ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മളത് അനുഭവിക്കുന്നവരാ, അല്ലേ? കർത്താവിൻ്റെ വേലയിലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അനുഭവിക്കുന്നവരാ. ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നവരാ. അതുകൊണ്ടാണ് കർത്താവ് പറയും, ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട. പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുക, ഒന്നിനെ കുറിച്ച് നിങ്ങൾ എല്ലാറ്റിനും നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടങ്ങ് ദൈവത്തോട് അറിയിച്ചാൽ മതി. സ്തോത്രത്തോടങ്ങ് അറിയിക്കണം. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് സ്തോത്രത്തോട് അറിയിക്കാൻ പറ്റത്തില്ല, എല്ലാം നമുക്ക് കിട്ടണം. സ്തോത്രത്തോട് അറിയിക്കാൻ നമുക്ക് എന്തില്ല? സമയം ഇല്ല. പിശാച് നമ്മളെ ബിസി ആക്കും. ആമേൻ. പക്ഷെ നമുക്കെല്ലാം വേണം. അങ്ങനല്ല, ദൈവത്തോട് നമ്മൾ സ്തോത്രത്തോടെ ഇരുന്ന് പറയണം. എല്ലാം ദൈവം തരും. ആരെയും ദൈവം വെറുതെ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ആരെയും ദൈവം എന്ത് ചെയ്തിട്ടില്ല. ഈ മാർഗം കണ്ട, ഈ മാർഗത്തിൽ ഇറങ്ങി ആരും തകർന്നു പോയിട്ടില്ല. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ എന്തിനാ നമ്മൾ 10 പേരുടെ കഥ പറയുന്നേ? നമ്മളെ തന്നെ നമ്മൾ നോക്കിയാൽ പോരെ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവം മാനിച്ചില്ലേ? ഇവിടെ വരെ കൊണ്ടെത്തിച്ചില്ലേ? ആ പഠനം ഇവിടെ വരെ പഠിക്കാൻ, ഇത്ര വർഷം പഠിക്കാൻ, ഫേവയ്ക്ക് ഇത്ര വർഷം ലാസ്റ്റ് ഇയർ പഠിക്കാൻ, ഹല്ലേലൂയ, യോഹന്നയ്ക്ക് ലാസ്റ്റ് ഇയർ പഠിക്കാൻ ഒക്കെ ദൈവം കൃപ തന്നില്ലേ? അങ്ങനെ എത്ര കഥകളുണ്ട്. ഇതൊക്കെ നമ്മൾ വിചാരിച്ചതാണോ? പക്ഷെ ദൈവം നമ്മെ പരിപാലിച്ചില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പല സ്ഥലങ്ങളിൽ കൊണ്ടെത്തിച്ചില്ലേ? ഇത് ദൈവത്തിന്റെ ദയയാണ് പ്രിയരെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കിക്കോണോ, നിങ്ങൾ പ്രഖ്യാപിക്ക്, എന്ത് വന്നാലും ഈ സ്നേഹത്തിൽ നിന്ന്, ഇതിനകത്തു നിന്ന് ഞാൻ വേർപിരികയില്ല. ഇനി പുതിയ നിയമത്തിലൊക്കെ വരുമ്പോൾ പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്. റോമലേഖനം 8:38 വാക്യം, റോമർ 8:38 പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്, നമുക്കറിയാം. റോമർ 8:38 റോമറില്ലേ? മാറ്റി വെച്ചോ? മരണത്തിനോ പൗലോസ് പറയുക. അപ്പൊ നിങ്ങൾ നോക്കിയേ, ദാവീദ് പറഞ്ഞ കാര്യം നമ്മൾ ആദ്യം ചിന്തിച്ചു,
കൂരിരുണ്ട താഴ്വരെ കൂടെ കടന്നു പോയാലും ഞാനൊരു അനർത്ഥം എന്ത് ചെയ്യത്തില്ല. അപ്പൊ അത് നമ്മൾ കടമെടുത്ത് ഇന്ന് രാത്രി പറഞ്ഞു. ഒന്നാമത്തെ പ്രഖ്യാപനമാ. എന്താണ്? ഏത് താഴ്വരെ കൂടെ പോയാലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല. അത് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇത് ഒരു വിടുതലിന്റെ രാത്രിയാ. രണ്ടാമത്തെ വാക്കാണ് നമ്മൾ ചിന്തിച്ചത്, ഇതെല്ലാം തീർന്നാലും ഞാൻ ദൈവത്തിൽ എന്ത് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ പ്രഖ്യാപനം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പ്രഖ്യാപിച്ചത് നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ പ്രഖ്യാപനം കഴിഞ്ഞ് പ്രാർത്ഥിക്കും. സ്തോത്രം. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ആമേൻ. ഈ പ്രഖ്യാപനം എന്താണ്? പൗലോസ് പറയുകയാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഉയരത്തിനോ ഇപ്പോഴുള്ളതിനോ. കേട്ടോ കേട്ടോ, ഒന്ന് നിർത്തിക്ക സിസ്റ്ററെ. ഇപ്പോഴുള്ളതിനോ. ഇപ്പൊ ചിലതില്ലേ? ഇല്ലേ? ഇപ്പൊ ചിലതില്ലേ? ഇപ്പൊ അനുഭവിക്കുന്ന ചിലതുണ്ടല്ലോ. ഈ 18-ാം ദിവസം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങളില്ലേ? ഞാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളില്ലേ? ഇപ്പൊ അനുഭവിക്കുന്ന. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഇതിനൊരു മാറ്റം എപ്പോ കിട്ടും? ഇതിനൊരു അവസ്ഥയ്ക്ക് വ്യത്യാസം എപ്പോ കിട്ടും? ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ചില വിഷയങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആൽവിനെ നോക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ ടയേർഡായിരുന്നു രാവിലെ. ആൽവിനെ നോക്കുമ്പോഴല്ല, ആൽവിൻ ഇരിക്കുന്ന ആ സ്ഥലം നോക്കുമ്പോൾ. നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഇപ്പോഴുള്ള വിഷയം, കഴിഞ്ഞ 8 വർഷം ഇല്ലാത്ത വിഷയം ഇപ്പോൾ കടന്നു പോവുക. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അതിനൊരു മറുപടി കിട്ടിയില്ലെങ്കിലും ഈ യേശുവിനെ പ്രസംഗിക്കും. സ്തോത്രം പറഞ്ഞേ. ഇപ്പോൾ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളില്ലേ? ഒന്ന് സ്തോത്രം ചെയ്തേ. ഇല്ലേ അമ്മാമ്മേ? ഇപ്പോ പോകുന്ന ചില കാര്യങ്ങളില്ലേ? ഈ കാര്യങ്ങൾക്ക് ക്രിസ്തുവിന് നമ്മെ വേർപിരിക്കാൻ പൗലോസ് പറയുക പറ്റത്തില്ലെന്ന്. കണ്ടോ പ്രഖ്യാപനം? കണ്ടോ കേട്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാല് തുറന്നാലും ഇപ്പോൾ പോകുന്ന വിഷയത്തിനകത്തുനിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പറയാമോ ഇന്ന് രാത്രി? ആമേൻ. ആ പദം ഇന്ന് രാത്രി ഒന്ന് എടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ പദം ഒന്ന് എടുത്തേ. ഇപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രസന്റിൽ കടന്നു പോകുന്ന ചില വിഷയങ്ങൾ, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലിയായിരിക്കാം. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ബിസിനസ്സിനകത്തുള്ള ചില പ്രയാസങ്ങളായിരിക്കാം. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ഭാവിപരമായ വിഷയമായിരിക്കാം. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളായിരിക്കാം. ഇന്ന് രാത്രിയിൽ നിന്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് അറിയാത്ത വിഷയമായിരിക്കാം. ഒരു പക്ഷെ പാസ്റ്ററായ എനിക്ക് പോലും ആ വിഷയത്തിൽ കൂടുതൽ ഗ്രാഹ്യം കാണത്തില്ല. നിങ്ങൾ ആരോടും പറയാതെ, ഒരുപക്ഷെ ഭർത്താവിനോടോ ഭാര്യയോടോ കുഞ്ഞുങ്ങളോടോ മാതാപിതാക്കളോടോ പറയാതെ, എന്നോട് പോലും തുറന്നു പറയാതെ 18-ാം ദിവസം ഒരു കുഞ്ഞിനെ ഒരമ്മ താലോലിക്കുന്നത് പോലെ നിന്റെ വിഷയവുമായിട്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുകയാ, വചനത്തിൽ കൂടെ ഞാൻ പറയുകയാ, ഇപ്പോഴുള്ള വിഷയത്തിന് ക്രിസ്തുവിൽ ഒരു പരിഹാരം ദൈവം വരുത്തും. അത് ഈ ആഴ്ച സംഭവിക്കും, അടുത്ത മണിക്കൂറിൽ സംഭവിക്കും. വിശ്വസിക്കുക. നിങ്ങൾ മാറ്റിവെച്ച ചില കാര്യങ്ങൾക്കകത്ത് നീക്കുപോക്ക് ദൈവം തരാൻ പോകുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഉറവ തുറക്കും. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. ഹല്ലേലൂയ. ആഗറിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ തലമുറയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ ഉറവ ഒരുക്കിയെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ചില ഉറവകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ ഗ്രഹിച്ചിട്ടില്ലാത്തത് ദൈവം തുറന്നു തരുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചാൽ ഞാൻ ആരുടെ തലയെ കൈവയ്ക്കുന്നില്ല. ആരിന്ന് രാത്രി ഏറ്റെടുക്കും. ഇപ്പോൾ നീ പോകുന്ന വിഷയത്തിന് ഒരു മറുപടിയുണ്ട്. അതിനകത്ത് പ്രശ്നത്തിനകത്ത് മറുപടി കിട്ടിയില്ലെങ്കിലോ ഈ ദൈവത്തിന് എന്നെ പറിച്ചെറിയാൻ പറ്റില്ലെന്ന് ആർജവത്തോടെ പറ. പിശാച് കേൾക്കട്ടെ. ഓ ജീസസ്. ഇന്ന് രാത്രിയിൽ ആത്മാവിസ്തോത്രം ചെയ്യ്, ആത്മാവിസ്തോത്രം ചെയ്യ്, ആത്മാവിസ്തോത്രം ചെയ്യ്, ആത്മാവിസ്തോത്രം ചെയ്യ്, ആത്മാവിസ്തോത്രം ചെയ്യ്. ഇപ്പോഴുള്ള ചിലത്
ബ്ലസ്സനെ ഇപ്പോൾ ഉള്ള ചിലത് ആത്മാവനോട് പറയുന്നു, ഇപ്പോൾ ഉള്ള ചിലത് ദൈവാത്മാവ് അതിനെ പറിച്ചെറിയാൻ പോകുക. നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുക. ഓ, ഇന്ന് രാത്രി ആത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ചിലർ നിന്റെ അടുക്കൽ ഒറ്റക്കെട്ടായിട്ട് വരും, പക്ഷെ 7 വഴിയായി അവർ ചിതറിപ്പോകും. ഇപ്പോഴുള്ളതിനെ നീ ഓർക്കണ്ട. വേദപുസ്തകത്തിൽ ബ്ലസ്സനോട് ദൈവാത്മാ പറയുന്നു, ആമേ, പഴയ നിയമത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ഞാൻ പുതിയതൊന്ന് ചെയ്യും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചതിന് വേണ്ടി. ഞാൻ പണ്ടുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ നീ ഓർക്കണ്ട, പുതിയതൊന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. അത് ഇപ്പോൾ ഉത്ഭവിക്കൂ. നിർജ്ജന സ്ഥലത്ത് നീരുറവ കർത്താവ് ഒരുക്കും. നിർജ്ജന സ്ഥലത്ത് ഏറ്റെടുത്തോ. ഇന്ന് രാത്രി ദൂത് പറയുക, നിർജ്ജന സ്ഥലത്ത് നീരുറവ കർത്താവ് ഒരുക്കും. ഇപ്പോൾ നിന്റെ മുമ്പിൽ നിർജ്ജനമായി കിടക്കുക ചില വിഷയങ്ങൾ, എന്നാൽ ഇന്ന് രാത്രി അവിടെ എല്ലാം നീരുറവ വരും. ഈ ഉപവാസം നിന്റെ വിടുതലാ. ചുടാപാര ഹർത്തന അധികൾ ഘടക സൈതന റബക്ഷസി. ഹല്ലേലൂയ. ഈ കേരളത്തിൽ മാത്രം നീ ഒതുങ്ങില്ല, ചില രാജ്യങ്ങളിലേക്ക് നീ കയറും. ഓ, നിന്നെ വിളിക്കും, ഇങ്ങു വാ. ഇന്ന് രാത്രി ചില നിർജ്ജന ദേശങ്ങൾ അത് നീരുറവയായി മാറുമെന്ന് ആത്മാവ് നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഇപ്പോഴുള്ളത് നീ ഭാരപ്പെടേണ്ട. ഇപ്പോഴുള്ളത് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവര് 18-ാം ദിവസം പറ, ഇപ്പോഴുള്ള ഒന്നിനും എന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റില്ല. പറ്റില്ല, 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 പറ്റില്ല. ഹല്ലേലൂയ. നമ്മൾ കാറും വീടും വസ്തുവും പ്രമാണവും ഒന്നും കണ്ടല്ലല്ലോ ഇതിനകത്ത് ഇറങ്ങിയത്. ഇതിനകത്ത് വന്നപ്പോഴല്ലേ അതൊക്കെ കിട്ടിയേ, ഒന്നും കാണാതല്ലേ ഇറങ്ങിയേ. അങ്ങനാണെങ്കിൽ നമുക്കിതൊന്നൊരു വിഷയമല്ല. ആമേ, ആമേ, ആമേ. ഹബക്കുക്ക് പറയുക, ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുമെന്ന്. ദാവീദ് പറയുക, ഞാൻ ഭയപ്പെടുകയില്ലെന്ന്. ഇത് അവരിവര് പറഞ്ഞെന്നും പറഞ്ഞ് ഇന്ന് രാത്രി ഇറങ്ങിപ്പോകല്ലേ, നമ്മൾ പറഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഹല്ലേലൂയ. എന്ന പൗലോസ് പറയുക, ഇപ്പോൾ വായിച്ചേ, ഇപ്പോൾ ഇത് ഓരോ ദിവസം ഓരോ സെഷനിൽ ദൈവാത്മാവ് ബലപ്പെടുത്തുക. കർത്താവ് എനിക്ക് ബലം തരാതെ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളത് ഓർത്തോണം. ജീസസ് ഒരു പുതിയൊരു ശക്തി, പുതിയ ബലം ഇങ്ങനെ പകരുകയാ. ഇപ്പോഴുള്ളതിന് വായിച്ച ഇപ്പോഴുള്ളതിന് മാത്രമല്ല, ഇനിയും ചിലതൊക്കെ എന്ത് ചെയ്യും. ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. നമ്മൾ ഓർത്ത് ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. ഇനിയും ചിലത് വരാനുണ്ട്, ഇനിയും ചിലത് വരാനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസേ, ഇനി നിന്റെ മുമ്പിൽ വരുന്ന പഴയ പെൺകുട്ടിയല്ല, ഇനിയും വരുന്നത് കാവൽക്കാരനല്ല. പത്രോസേ, നിന്റെ മുമ്പിൽ ചിലത് ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ശക്തി പ്രാപിച്ചിട്ട് നീ എന്ത് ചെയ്യാവൂ, മൂവ് ചെയ്യാവൂ. കാരണം നീ ഇനി എൻ്റെ നാമം പറഞ്ഞുകൊണ്ട് യെരുശലേമിലോ യഹൂദയിലോ ശമരിയയിലോ എവിടെങ്കിലും ചെന്നാൽ ആ പഴയ പെങ്കൊച്ചോ ആ പഴയ കാവൽക്കാരനോ ഒന്നും അല്ല ഇനിയും വരാൻ പോകുന്നേ. ഇനി നിന്റെ മുമ്പിൽ വരാൻ പോകുന്ന ഹേരോദാവിന്റെ വാളാ. മനസ്സിലായോ? ഇനി നിന്റെ മുമ്പിൽ വരാൻ പോകുന്ന എന്തുവാ? ഹേരോദാവിന്റെ ഈർച്ചവാളാ, തലകീഴുള്ള ക്രൂശീകരണമാ. ഒരു പെങ്കൊച്ച് ചോദിച്ചപ്പോ അറിയുന്നില്ലെന്ന് പറഞ്ഞ്, ഒരു കാവൽക്കാരൻ ചോദിച്ചപ്പോ അറിയുന്നില്ലെന്ന് പറഞ്ഞ് നീ എന്നെ ഇട്ടിട്ട് പോയതാ. കോഴിയും കൂവി പോയ പോക്ക്, പിന്നെ ഞാൻ നിന്നെ കടലിൽ നിന്നാ പൊക്കിക്കൊണ്ട് വന്നേ. പക്ഷെ ഇനി നിന്നെ പൊക്കിക്കൊണ്ടുവരാൻ ഞാൻ കൂടില്ല. ഇനിയും വരുന്ന എൻ്റെ റിട്ടേൺ ജേർണിങ് എപ്പോഴാണെന്ന് എൻ്റെ അപ്പായ്ക്ക് മാത്രമേ അറിയൂ. മനസ്സിലായോ? പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, വരാനുള്ളതിനോ. അപ്പൊ ചിലത് പ്രതീക്ഷിക്കാത്ത ചിലത് ജീവിതത്തിൽ ഇനി വന്നെന്നിരിക്കും. ഇതുവരെ കാണാത്ത ചിലത് നിന്നെ ഫേസ് ചെയ്തെന്നിരിക്കും. നീ അതിനെ തരണം ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടി പറയാ, അഭിഷേകം നിന്റെ കൂടെ ഉണ്ട്. ഇന്നലെ തകർന്നതുപോലെ, ഇന്നലെ ക്ഷീണിച്ചതുപോലെ, ഇന്നലെ നിങ്ങൾ കരഞ്ഞതുപോലെ ഇനിയും ചില വിഷയത്തിൽ കരയത്തി
നിന്നില്ല. പത്രോസ് ഈർച്ചവാളിന്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചു നിന്നതുപോലെ, തലകീഴുള്ള ക്രൂശീകരണത്തിന്റെ മുമ്പിൽ പൗലോസ് നെഞ്ചും വിരിച്ചു നിന്നതുപോലെ, ഇന്ന് രാത്രി പ്രശ്നങ്ങളുടെ നടുവിൽ ഈ മാസം കഴിയുമ്പോൾ പ്രശ്നമില്ലെന്നല്ല, അതിന്റെ മുമ്പിൽ നീ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഒരു കാലം വരാൻ പോകുകയാ. വരട്ടെ. ഇന്ന് രാത്രി അതിനെ ഭയക്കുകയല്ല ചെയ്യേണ്ടത്, അതിനെ ഭയക്കുകയല്ല ചെയ്യേണ്ടത്. വരട്ടെ. പക്ഷെ ഞങ്ങളതിനെ കൈകാര്യം ചെയ്യും, ഞങ്ങളതിനെ കൈകാര്യം ചെയ്യും. കാരണം ഞങ്ങളുടെ മേൽ പകർന്നൊരു അഭിഷേകമുണ്ട്. ഇപ്പോൾ ഉള്ളത് മാത്രമല്ല, വരുവാനുള്ളത്. സ്തോത്രം. വരുവാനുള്ളത്. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. വരുവാൻ ഉള്ളത്, പ്രതീക്ഷിക്കാത്ത ചിലത്. എനിക്ക് അവിടെ ഒരു കർത്താവ് നിയോഗം തരികയാണ്. പ്രതീക്ഷിക്കാത്ത ചിലത് നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ച, ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ചിലത് വരും. പക്ഷെ പണ്ട് നിങ്ങൾ തോറ്റതുപോലെ, പരാജയപ്പെട്ടതുപോലെ ഇനി നിങ്ങൾ എന്ത് ചെയ്യത്തില്ല. അമ്മേ, നിങ്ങൾ പരാജയപ്പെടത്തില്ല. കാരണം പ്രഖ്യാപനമായി ഇന്ന് രാത്രി നടക്കുന്നേ. വരുവാനുള്ളതിനോ ഉയരത്തിൻ നോക്കിയേ, ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ. പൗലോസ് പറയുക, പ്രഖ്യാപനം നോക്കിക്കേ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉള്ള ദൈവസ്നേഹത്തിൽ നിന്ന്. യേശുക്രിസ്തുവിൽ എന്താ ഉള്ളത്? ഇങ്ങോട്ട് നോക്കിക്കേ, ഈ സാധനം എവിടെയാ ഉള്ളത്? യേശു ക്രിസ്തുവില. അതിനെ നമ്മൾ പറയും, നമ്മുടെ ഉള്ളിൽ ആര് വരണമെന്ന്? യേശു വരണം. യേശു നമ്മുടെ ഉള്ളിൽ വന്നാൽ യേശുവിലുള്ളത് നമ്മളിൽ എന്ത് ചെയ്യും? പ്രതിബിംബിക്കും. അതെന്തുവാ? ദൈവ സ്നേഹം. ചിലർക്ക് സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താ? എപ്പോഴും മുഖം വീർത്തിരിക്കുന്ന കാര്യം എന്താ? യേശു ഉള്ളിൽ ഇല്ല. യേശു ഉള്ളവനെ കണ്ടാലറിയാം. പണ്ട് നമ്മൾ പറയില്ലേ, കഞ്ഞി വെച്ചവൻ്റെ വീട്ടിലെ പിള്ളേരെ കണ്ടാലറിയാം. യേശു ഉള്ളവനെ കണ്ടാലറിയാം. അവൻ്റെ ചിരി കാണുമ്പോൾ അറിയാം, അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. യേശു ഉള്ളവനെ കണ്ടാലറിയാം, അവൻ്റെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം. കാരണം അവനിൽ തിളങ്ങി വരുന്നത് ദൈവസ്നേഹമാണ്. എന്താ വരുന്നത്? ദൈവസ്നേഹമാണ്. മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ എനിക്ക് ബാബുച്ചാനോട് തർദല പറയാൻ പറ്റത്തില്ല. ബാബുച്ചാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളാണ്, എന്നേക്കാൾ ഒത്തിരി. പക്ഷെ എന്നോട് ബാബുച്ചാന് തർദല പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? ഉള്ളിലിരിക്കുന്ന ആരാ? രാമൻ പറഞ്ഞേ, ഈ നമ്മൾ പണ്ട് ഈ കുട്ടിക്കാലത്തൊക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാനും ചെയ്തിട്ടുണ്ട്. ഈ രാത്രിയാകുമ്പോൾ ഈ ലൈറ്റ് കത്തുന്ന ഒരു ജീവിയുണ്ട്. എന്താണ് പറയുന്നത്? മിന്നാമിനുങ്ങ്. അതെ, റൈറ്റ്, മിന്നാമിനുങ്ങ്. അതിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഗ്ലാസ്സിനകത്ത്, കുപ്പിക്കകത്ത് എന്ത് ചെയ്യും? വെക്കും. എന്നിട്ട് ലൈറ്റ് എല്ലാം ഓഫായി. അന്ന് ഇതല്ലേ, എന്താ, മണ്ണെണ്ണ വിളക്ക് എല്ലാം ഓഫായി കഴിയുമ്പോൾ തലയുടെ മേളിൽ കൊണ്ട് എന്ത് ചെയ്യും? വെക്കും. അപ്പോൾ ഈ കുപ്പി മാത്രം ഇങ്ങനെ വെട്ടമായിട്ട് കത്തി നിൽക്കും. ഈ വെട്ടം എവിടുന്നാ വന്ന? കുപ്പിയുടെ വെട്ടമാണോ? കുപ്പിയുടെ വെട്ടമാ? കുപ്പിയുടെ വെട്ടമല്ല. ആ കുപ്പിക്കകത്ത് കിടക്കുന്ന ജീവിയിലൊരു വെട്ടമുണ്ട്. അത് ജീവിയിലുള്ള വെട്ടമാ. സ്തോത്രം. അപ്പൊ യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോ യേശുവിലുള്ള ജീവൻ പ്രതിബിംബിക്കുകയാണ്. ആ സ്നേഹം അവിടെ വായിച്ചെന്തുവാ? ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന്. ആ സ്നേഹമാണ് പത്രോസ് ഓടിപ്പോകാൻ കാരണമാകുന്നതിന് മുമ്പ് യൂദാസ് ഒറ്റിക്കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ യേശു ചോദിച്ചത്, കുഞ്ഞേ, നീ എന്നെ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നു. ഞാൻ അറനിപ്പാസ് ആണെങ്കിൽ അവിടെ നിൽക്കുന്ന യേശുവിൻ്റെ സ്ഥാനത്ത് ഞാനാ നിൽക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഞാനാ നിൽക്കുന്നതെങ്കിൽ,
നിങ്ങൾ ആരിലൊരാളാണ് യൂദായുടെ സ്ഥാനത്ത് നിന്നിട്ട് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഞാൻ എന്തോ പറയുന്നത്, എടാ ചതിയ, ഇതിനാണോ കഴിഞ്ഞ 3 വർഷം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് ചോദിക്കും. പക്ഷെ യേശു ചോദിച്ചോ? യേശു വിളിച്ച വിളി കണ്ടോ? ചതിയാന്നാണോ? എടാ വഞ്ചക. നമ്മൾ പറയാറില്ലേ, എനിക്ക് അല്ലേലും അറിയാനുണ്ടോ നീ എനിക്കിട്ട് പണിയുമെന്ന് യേശു പറഞ്ഞോ? ഇല്ല. കുഞ്ഞേ, ആ വിളി കണ്ടോ? എന്താ കാര്യം? ദൈവസ്നേഹം ക്രിസ്തുവിൻ്റെ ഉള്ളിൽ. ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മറ്റൊരാൾക്ക് പണി കൊടുക്കാൻ നമുക്ക് പറ്റുമോ? മറ്റൊരാൾക്ക് പണി കൊടുക്കുന്ന രീതി ചിന്തിക്കാൻ പറ്റുമോ? എന്താ കാര്യം? ദൈവസ്നേഹം അകത്തു വരികയാ. 18ാമത്തെ ദിവസം ദൈവസഭയോട് മാത്രമല്ല, ലൈവിലിരിക്കുന്ന ചില കുടുംബങ്ങളെ, വ്യക്തികളെ നോക്കി പറയുകയാ, നിനക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മറ്റൊരാളെ കരുതാൻ പറ്റുന്നില്ലെങ്കിൽ, നിനക്കൊന്നും ചെയ്യാൻ, ഗുണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ദ്രോഹിക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ ഉള്ളിൽ ക്രിസ്തു വരണം. ക്രിസ്തു വരണം. ഇവിടെ എന്ത് ചെയ്തു? പൗലോസ് പറയുകയാണ്, ദൈവസ്നേഹത്തിൽ നിന്ന്, ആ സ്നേഹത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരാമേൻ പറഞ്ഞേ. ആദ്യത്തെ 3ാമത്തെ പ്രഖ്യാപനം. മൂന്നാമത്തെ പ്രഖ്യാപനം. ഇനിയും പ്രഖ്യാപനമുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ നിർത്തുകയാ. 3ാമത്തെ പ്രഖ്യാപനം നാം ഇന്ന് രാത്രി പ്രഖ്യാപിക്കുകയാ. ആമേൻ. വിവിധ ടൈം സോണിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരും, ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരും, ഞാൻ ഉൾപ്പെടെ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുകയാ, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. എന്നെ പണിതിരിക്കുന്നത് ക്രിസ്തു എന്ന പാറയിലാണെങ്കിൽ പ്രശ്നങ്ങൾക്കകത്ത് ഞാൻ തലയെടുത്ത് നിൽക്കാൻ ദൈവത്തിന്റെ കൃപ എന്റെ മേൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞാട്ട് ദൈവസന്നിധി സ്തോത്രം ചെയ്ത്, കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആത്മാവിൽ ആരാധിക്കാം. ദൈവ സ്നേഹത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. 3 പ്രഖ്യാപനങ്ങൾ. 1, താഴ്വരയിൽ ഞാൻ ഭാരപ്പെടുകയില്ല. 2, എന്തൊക്കെ നഷ്ടം വന്നാലും ഞാൻ ദൈവത്തെ വിട്ടു പോകില്ല. 3, ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയാൻ പറ്റില്ല. ഈ 3 പ്രഖ്യാപനങ്ങൾ 18ാം ദിവസം രാത്രിയിൽ നീ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പിശാച് നിന്നെ വിട്ടു